പ്രകൃതിയുടെ നടുവിൽ നിൽക്കുന്ന ഈ മനോഹരമായ സ്ഥലം കാണാൻ ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്ന് കാണണം. നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും മടുക്കാത്ത ഒരു കാഴ്ച കണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ. ഇവിടേക്ക് എത്തുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് ഈ പ്രദേശത്തിൻ്റെ പ്രകൃതി സൗന്ദര്യമാണ്. ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പുള്ള കാടുകൾ, മലനിരകൾ, ശാന്തമായി ഒഴുകുന്ന നദി എല്ലാം കൂടി ഈ സ്ഥലം ഒരു അത്ഭുതകരമായ പ്രകൃതി അനുഭവമാക്കുന്നു. ഇവിടുത്തെ വനപ്രദേശങ്ങളിൽ ആന, കാട്ടുപോത്ത്, മാൻ, വിവിധ പക്ഷികൾ തുടങ്ങിയ നിരവധി വന്യജീവികളും കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രേമികൾക്കും ട്രാവൽ ബ്ലോഗർമാർക്കും ഈ സ്ഥലം ഒരു പ്രത്യേക അനുഭവമാണ്. മണിയാർ ഡാം ചുറ്റുപാടുകൾ നാട്ടുകാരുടെ ജീവിതത്തോടും അടുത്ത ബന്ധമുണ്ട്. പ്രധാനമായും കൃഷിക്കും വെള്ളത്തിനും ഈ ഡാം വലിയ സഹായമാണ്. ഇവിടം പത്തനംതിട്ടയിലെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നാണ്. ഇവിടുന്ന് മുകളിലോട്ട് കയറി പോകാൻ പറ്റും. ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട് കേട്ടോ, ചെറിയ സ്റ്റെപ്പുണ്ട്, ആ വഴി കയറി പോകാം. നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റും. ഇനിയിപ്പോ ഇത് കൗണ്ടറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുത്തൊക്കെ കയറാൻ പറ്റത്തുള്ളൂ. ഒരു പ്രത്യേക നിർമ്മിതിയാണ് കണ്ടോ, വെള്ളം വരുന്ന കണ്ടോ, അടിപൊളിയല്ലേ, രസമുണ്ട് കാണാനല്ലേ. 1, 2, 3, 4 പില്ലറുണ്ട് കണ്ടോ. 4 പില്ലറിനുള്ളിലാണ് ഇത് നിൽക്കുന്നത്. ഇതിൻ്റെ 4 ഭാഗവും കാടാണ്. കാടിന് നടുവിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം കുറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇവിടെ അധികം ആഴമില്ല. വെള്ളം വീഴുന്ന ഭാഗമായിട്ടും കുറച്ച് വെള്ളം ഉള്ളതായിട്ട് തോന്നുന്നുള്ളൂ. പക്ഷേ ഇറങ്ങി നോക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക്, ചിലപ്പോൾ ആഴം കാണും. അതിന്റെ സെന്ററിൽ കൂടെ ഒരു പാലമുണ്ട് കേട്ടോ. അത് ചെക്ക് ചെയ്യാനൊക്കെ ഉള്ള പാലമാണെന്ന് തോന്നുന്നു. അവർക്ക് അത് ചെക്ക് ചെയ്യാനുള്ള പാലങ്ങളൊക്കെയാണ്. എല്ലാം സ്റ്റീൽ സ്ട്രക്ചറാണ്. ഷട്ടറാണ്, വലിയ ഇരുമ്പിന്റെ ഷട്ടറാണ്. സ്പിൽവേ ഗേറ്റുകളാണ്. ഈ ഡാമിന്റെ പ്രധാന പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ. വർഷങ്ങൾ പഴക്കമുള്ള ഒരു സ്ട്രക്ചറാണ്.